ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ എല്ലാ സമയത്തും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ഏത് തരത്തിലുള്ള കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്? ബാക്കിയുള്ള ജീവികളെ ദുഃഖിപ്പിക്കുന്ന കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത്? അവരെ കൊല്ലുന്നു, അവരോട് കടുവചനം പറയുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, ഇങ്ങനത്തെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കർമ്മങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾ തന്നെ ദുഃഖിതരാകും. നിങ്ങൾ ഏത് കർമ്മം വെളിയിൽ ചെയ്യുന്നോ അതേ കർമ്മം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ജീവികളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളും ഒരു ദിവസം പെട്ടെന്ന് കൊല്ലപ്പെടും. നിങ്ങൾ ബാക്കിയുള്ളവരുടെ സാധനം മോഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങളുടെയും സാധനം മോഷ്ടിക്കപ്പെടും. നിങ്ങൾ ബാക്കിയുള്ളവരെ ചീത്ത പറയുകയാണെങ്കിൽ നിങ്ങളും ഒരു ദിവസം ചീത്ത പറയപ്പെടും. ഇതാണ് കർമ്മത്തിൻ്റെ നിയമം. ഈ കർമ്മത്തിൻ്റെ നിയമം അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കർമ്മത്തിൽ എപ്പോഴും ജാഗരൂകരായിരിക്കും. നമ്മൾ ബാക്കിയുള്ള ജീവികളെ, ആൾക്കാരെ, അതേപോലെ തന്നെ മൃഗങ്ങളെ, പക്ഷികളെ, അവരുടെ മനസ്സിന് ദുഃഖമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.